ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേൺ ഫേസൽസ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞതാണ്. സോ പർപ്പിൾ ഡോർ 7 എന്ന സബ്സ്ക്രൈബർ, അതായത് പർപ്പിൾ ഡോർ 7 എന്ന സബ്സ്ക്രൈബറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂർ മുമ്പ് പറഞ്ഞാണ്. സർ, ഓക്കെ, മാത്സിൻ്റെ ടാൻജൻ്റ് അല്ലെ തൊടുവര, മാത്സിൻ്റെ ടാൻജൻ്റ് തൊടുവരയുടെ വീഡിയോ ഇടുമോ പ്ലീസ്? സോ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ആൻഡ് റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? യെസ് എന്ന് നമ്മളിവിടെ റിപ്ലൈ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ, അതായത് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാവിധ കൺസ്ട്രക്ഷനും അല്ലേ, ഫുൾ കൺസ്ട്രക്ഷൻ നമ്മളിവിടെ ചെയ്യാൻ പോകണം. അതായത് കൺസ്ട്രക്ഷനിലെ അതായത് നമുക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു 4 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. മോഡൽ 2022 4 മാർക്കിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അതായത് ഒരു വൃത്തം വരയ്ക്കണം. ആ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. മാർക്ക് എ പോയിന്റ് ഓഫ് എ ഇൻ ദ സർക്കിൾ ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ ഉള്ളിൽ എന്താണ്, ഒരു എ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതിൽ നിന്ന് ആ എ എന്ന പോയിന്റിൽ നിന്നൊരു എന്ത് ചെയ്യണം, ഒരു ടാൻജന്റ് അല്ലെങ്കിൽ ഒരു തൊടുവര വരയ്ക്കണം. ഓക്കെ, അതായത് 3 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം വരയ്ക്കണം. ആ വൃത്തം വരയ്ക്കണം. ഇവിടെ വരച്ചോളാം. വൃത്തത്തിന്റെ എ എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ആൻഡ് എയിലൂടെ ഒരു ടാൻജന്റ് അല്ലെങ്കിൽ ഒരു തൊടുവര വരയ്ക്കുക. സോ സിമ്പിൾ ആണ്. നമുക്ക് നെക്സ്റ്റ് പേജ് കിടക്കാം. ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഇനി കുറച്ച് ഉപകരണങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. ഇത് ചെയ്യാൻ എനിക്ക് കുറച്ച് ഉപകരണം വേണം. എന്തെല്ലാം വേണം? സ്കെയിൽ വേണം. അങ്ങനെ കുറച്ച്, അതായത് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഉപകരണങ്ങൾ വേണം. ഞാൻ ആ ഒരു ഉപകരണങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. ആൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് വേണ്ടത് സ്കെയിൽ വേണം. ഞാൻ സ്കെയിൽ എടുത്തു. ആൻഡ് ഒരു കോമ്പസ് വേണം. ഒരു കോമ്പസ് എടുത്തു. ഓക്കെ, ഒരു സ്കെയിൽ എടുത്തു, ഒരു കോമ്പസ് എടുത്തു. ഇതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേണ്ടി. ഓക്കെ, ആൻഡ് ഈ ഒരു കോമ്പസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളോട് പറഞ്ഞത് ഒരു 3 സെന്റിമീറ്റർ ആരമുള്ളതാണ്. ഒരു 3 സെന്റിമീറ്റർ ഞാനിപ്പം കോമ്പസിനെ ഇവിടെ കൃത്യമായിട്ട് വെച്ചു. ആൻഡ് ഒരു 3 സെന്റിമീറ്റർ കൃത്യം എടുത്തു. ഒരു 3 സെന്റിമീറ്റർ ഞാൻ എടുത്തു. ആൻഡ് എൻ്റെ സർക്കിളിന്റെ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ആക്കി കൊടുത്തു. ഇതാണ് എൻ്റെ സർക്കിളിന്റെ സെന്റർ പോയിന്റ്. ആൻഡ് ഞാൻ ഇത് സർക്കിളിന്റെ സെന്റർ പോയിന്റിൽ വെച്ചു. ആൻഡ് വരയ്ക്കാണ് ഒരു 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 വൃത്തിക്കുള്ള, അതായത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. സോ ഞാൻ 3 സെന്റിമീറ്ററിൽ ഒരു മസാല ദോശ അടിച്ചു. ആൻഡ് അതിനുശേഷം കോമ്പസ് ഞാൻ സൈഡിലേക്ക് മാറ്റിക്കാണ്. ആൻഡ് സ്കെയിൽ എടുത്തിട്ട് ഞാൻ അടയാളപ്പെടുത്താണ്. സർ, എന്താണ്, 3 സെന്റിമീറ്റർ ആണെന്ന് ഞാൻ അടയാളപ്പെടുത്തി. 3 സെന്റിമീറ്റർ ആണെന്ന് ഞാനിവിടെ അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, ഒരു 3 സെന്റിമീറ്റർ വരച്ചു. ആൻഡ് 3 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം അതിന്റെ പുറത്തോട്ടേക്ക് കുറച്ച് നീട്ടി കൊടുക്കണം. ഞാനൊരു അളവൊന്നുമില്ല, ഒരു പുറത്തോട്ടേക്ക് ഒരിച്ചിരി നീട്ടി കൊടുക്കാം. അയ്യോ, ഇപ്പൊ കിടൂലായി. ആൻഡ് ഇനി ചെയ്യേണ്ടത് എന്താ അറിയോ? ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ട വളരെ ഈസിയസ്റ്റ് വേ ആണ്. അതായത് ഇവിടെ ഒരു പോയിന്റ്, നമ്മുടെ ഇതാണല്ലോ മുട്ടണ പോയിന്റ്. ചോദിക്കും, സാർ നമുക്കിതാ സാർ ഇങ്ങനെ വരച്ചാൽ പോരെ? വരയ്ക്കാം, പക്ഷെ ആൻസർ റെഡിയാണ്. പക്ഷെ ആൻസർ തെറ്റാണ്. അതായത് ഇങ്ങനെ വരച്ച നമ്മളെ ഭാഷയിൽ ശരിയാണ്, പക്ഷെ ടീച്ചർമാരുടെ ഭാഷയിൽ എന്താണ്, തെറ്റാണെന്ന് തന്നെ ചുരുക്കി പറയാം. അതായത് സെന്റർ വരച്ചു. ആൻഡ് സെന്റർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഓക്കെ, കോമ്പസ് എടുക്കുക. ആൻഡ് ഈ കോമ്പസ് എടുത്ത് ഇതിന്റെ കൃത്യം സെന്റർ പോയിന്റിൽ ഒന്ന് വരയ്ക്കുക. ഒന്ന് കുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, ഒരു സെമി സർക്കിൾ, അതായത് വലിയ വരയ്ക്കണമെന്നില്ല. അതായത് പറഞ്ഞത് ഈ ഒരു ഫുൾ സർക്കിൾ വേണമെന്നില്ല. ഒരു സെമി സർക്കിൾ, ഒരു പകുതി സർക്കിൾ. ഫുൾ സർക്കിൾ വരച്ചാലും കുഴപ്പമില്ല, ആൻഡ് സെമി സർക്കിൾ വരച്ചാലും കുഴപ്പമില്ല. ഞാനൊരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ഒരു സെമി സർക്കിൾ വരച്ചു. ആൻഡ് ഈ സെമി സർക്കിൾ നമ്മുടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. ആൻഡ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ കോമ്പസ് എടുക്കാം. വീണ്ടും കോമ്പസ് തന്നെ എടുക്കാം. ആൻഡ് കോമ്പസ് എടുത്ത് ഞാൻ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഞാനിപ്പോൾ കോമ്പസ് എടുത്ത് ഒരു ഗ്രീൻ കളർ എടുത്തു. ഞാൻ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്കറിയാം ലംബ സമവാക്യം എനിക്കറിയാം. ലംബ സമവാക്യം, അതായത് കോമ്പസിനെ പകുതിയിലധികം എടുത്തിട്ടുള്ള വര. ഓക്കെ, കോമ്പസിനെ പകുതിയിലധികം എടുത്തിട്ടുള്ള ഒരു കളി അറിവുണ്ടോ? അതായത് വരച്ച ഈ 2 പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഏതൊക്കെ പോയിന്റ് ആണ്? ഈ ഒരു പോയിന്റും ഉണ്ട് ആൻഡ് ഈ ഒരു പോയിന്റും ഉണ്ട്. കണ്ടില്ലേ? ഈ ഒരു 2 പോയിന്റ് കുത്തിയിട്ട് നമ്മൾ ലംബ സമവാക്യം, ഇങ്ങനെ ഒരു സമവാക്യം വരയ്ക്കും അല്ലെ, പകുതിയിലധികം എടുത്തിട്ട്. ആ ഒരു സമവാക്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആ ഒരു സമവാക്യം എന്ത് ചെയ്യാം, ഒന്നും നോക്കാനില്ല, കോമ്പസ് എടുക്കുക, വരയ്ക്കുക. കോമ്പസ് എടുക്കുന്നു. ഓക്കെ, പകുതിയിലധികം എടുത്തു. ആൻഡ് 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 ഇത് മുകളിലേക്ക് വെച്ചു. ആൻഡ് ഒരു 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 മസാല ദോശ.
ആൻഡ് ഒന്നും നോക്കാനില്ല, നേരെ തിരിച്ചു വെച്ചു. ഓക്കെ, ഞാൻ നേരെ തിരിച്ചു വെക്കാണ്. ആൻഡ് ഇവിടെയും വെച്ചു. അതേപോലെ തന്നെ ഓക്കെ, അതേപോലെ തന്നെ ഞാൻ സെയിം പിച്ചായിട്ട് ഇത് പകുതിയിലധികം എടുത്തിട്ട് പകുതിയിലധികം എടുത്തിട്ട് എന്താ ഇവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഓക്കെ, ഇവിടെ അധികം വന്ന ശേഷം ഞാൻ എന്താ ഓക്കെ സോറി ആൻഡ് ശ്രദ്ധിക്കുക, ഞാൻ പകുതിയിലധികം എടുത്തു ആൻഡ് ഇവിടെ ഒരു വര വരച്ചു. ഓക്കെ, ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട്, നമുക്ക് റെഡിയാക്കാം. ആൻഡ് ഓക്കെ, ഞാനിപ്പോൾ ആ പകുതിയിലൊരു അധികം എടുത്തു ആൻഡ് ഈ ഒരു വര ഞാൻ നേരെ ആൻഡ് ഞാൻ കുറച്ച് അടി കൊടുത്തു. ആൻഡ് ഇതിൽ പകുതിയിലധികമാണല്ലോ നമ്മൾ ഓൾറെഡി എടുത്തിരുന്നത്. ഓക്കെ, പകുതിയിലധികമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ എന്തെല്ലാം വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ആ ഒരു സർക്കിളിൽ അതിന്റെ ആരം അല്ലെ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കോമ്പസ് എടുത്തു, ആ ഒരു സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അടിക്ക് വരിക, അടിയിൽ ഒന്നുകൂടി വര വരച്ചു കൊടുക്കുക. എന്തിനാ സാർ? ആവശ്യമില്ലടാ, വര അടിച്ച ആവശ്യമുണ്ട്. ആൻഡ് ഇത് ഇവനെ നേരെ തിരിച്ചു കൊടുക്കുക, ഇവിടെ വെക്കുക, കൃത്യമായി ശ്രദ്ധിക്കുക, കൃത്യമായി ഇവനോട് വെക്കുക. ആൻഡ് ഇവനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാനിപ്പം ഓക്കെ. ആൻഡ് ഇത്ര നമ്മൾ എടുത്തു. ഇതിന് ശേഷം ഇനി പേടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഞാനിപ്പം വെക്കുകയാണ്. ആൻഡ് ഇവിടുന്ന് പകുതിയിലധികം ഞാൻ ഓൾറെഡി പകുതിയിലധികം എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ വെച്ചു, ഒരു മസാല ദോശ അടിച്ചു. എന്തടിച്ചു? ഒരു മസാല ദോശ അടിച്ചു. ഞാൻ കുറച്ചുകൂടി വലുതാക്കി തരാം. ഒരു മസാല ദോശ അടിച്ചു. സെയിം പിച്ചായിട്ട് ഞാൻ അടിയിലും അതേമാതിരി ഒരു മസാല ദോശ അടിക്കാം. ഒരു മസാല ദോശ. ഓക്കെ, ആൻഡ് ഇതോടുകൂടെ നമ്മുടെ കോമ്പസിന്റെ പരിപാടി കഴിഞ്ഞു. ഇത്ര ചെയ്താൽ ഇനി എന്ത് ചെയ്യണം അറിയോ? നമ്മൾ ഒരു വ്യത്യസ്ത കളർ, ഞാനിപ്പോൾ ബ്ലാക്ക് കളർ എടുത്തു ആൻഡ് കോമ്പസ് എടുത്തു. കോമ്പസിന് നമ്മൾ ഓൾറെഡി എന്താ എടുക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ എടുത്തത് നമ്മുടെ പ്രിയ നായകനായിട്ടുള്ള സ്കെയിൽ. ഇത്രയും വരയ്ക്കുക, അതായത് 4 മാർക്ക് സ്കോർ ചെയ്യാൻ. ഈ ഒരു ക്വസ്റ്റ്യനിലെ 4 മാർക്കാണ് ഇവിടെ 4 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. ആ ഒരു 4 മാർക്കാണ്, അതായത് കോമ്പസ് എടുത്തു, അതായത് സ്കെയിൽ എടുത്തു. ഫുൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. കോമ്പസ് എടുത്തു ആൻഡ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി കൃത്യമാക്കി. അയ്യോ സോറി. ആൻഡ് നമ്മൾ ഒന്ന് വെച്ച് നോക്കിയില്ല, അങ്ങനെ കൃത്യമായിട്ട് വളരെയധികം കൃത്യമായിട്ട് ഇവന് കൃത്യമായിട്ട് എവിടെ ഇങ്ങനെ പോകും വിചാരിക്കണ അതിലങ്ങനെ തന്നെ പോട്ടോ, പേടിക്കണ്ട. അതിലങ്ങനെ തന്നെ പോകും. നമ്മൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് കൃത്യമായിട്ട് ആ ഒരു സ്കെയിൽ നൽകുമ്പോൾ അതിൽ കൃത്യമായിട്ട് പോകും. ഓക്കെ, സെറ്റായോ? ഓക്കെ, ആൻഡ് കുറച്ച് വരയ്ക്കുമ്പോൾ വൃത്തിയിൽ വരയ്ക്കാൻ ശ്രമിക്കുക. ആൻഡ് ലേസം അങ്ങോട്ട്. ആൻഡ് ഇവിടെ നിന്ന് നേരെ ഒരു വര വരച്ചാൽ, നമ്മൾ വരച്ചാൽ അതെന്തായിരിക്കും? അത് ടാൻജന്റ് ആയിരിക്കും. ഈ ഒരു ബ്ലാക്ക് വര, അതായത് ശ്രദ്ധിക്കുക, ഈ ഒരു ബ്ലാക്ക് വര കണ്ടില്ലേ? ഈ ഒരു ബ്ലാക്ക് വര എന്തായിരിക്കും? ടാൻജന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ തൊടുവര. ഓക്കെ, ഇതാണ് നമ്മുടെ തൊടുവര കേട്ടോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ നിന്നുള്ള 4 മാർക്ക് വൃത്തിക്ക് സ്കോർ ചെയ്യാം. 4 മാർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വൃത്തിക്ക് സ്കോർ ചെയ്യാം. നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചു. ആൻഡ് ഇവിടെ നമ്മൾ 3 സെന്റിമീറ്റർ ആരമാണെന്ന് പറഞ്ഞു. ആൻഡ് ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ലൈനാണ് നമ്മുടെ ഇവിടത്തെ ടാൻജന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, കോൺസെപ്റ്റ് സെറ്റായി, ക്ലിയർ ആയി. അങ്ങനെ നമ്മൾ 4 മാർക്ക് നേടി. ഇനി ഇതിന്റെ ഒരു പാർട്ട് 2 ഉണ്ട്. ഇനിയും 3 തരം വരയ്ക്കാൻ, 3 തരം രീതിയിൽ വരയ്ക്കാനുണ്ട്. ആ ഒരു വരയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ വീണ്ടും വരും. സോ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഈ ഒരു സ്റ്റുഡന്റ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത്. ഈ സ്റ്റുഡൻസിന് ഓൾറെഡി നമ്മൾ പബ്ലിക്കായിട്ട് താങ്ക്സ് പറയാൻ കേട്ടോ. താങ്ക്സ്. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നമ്മൾ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ വരും. ആൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്, അതിന്റെ വിഷയമാണ്. സോ നമ്മൾ അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, താങ്ക് യു.